പെസഹ കുഞ്ഞാടിൻ ബലിയിൽ അണയാം ഭക്ത്യാദരവാ. പെസഹ കുഞ്ഞാടിൻ ബലിയിൽ അണയാം ഭക്ത്യാദരവാ. തിരുനിറമൊഴുകും കാൽവരി കേറാം, നിർമ്മലരായി സ്നേഹിതരായി തീരാം. ദൈവദൂതരണി നിൽക്കുന്നു, ദൈവനാളും ഏതൊരുക്കുന്നു. ഞാനാകും മെഴുതിരി ഉരുകിയാലേ ദൈവത്തിൻ തിരുഹിതം തെളിയൂ. ഞാനാകും മെഴുതിരി ഉരുകിയാലേ ദൈവത്തിൻ തിരുഹിതം തെളിയൂ. എന്നിൽ നിന്നാത്മക കൈമാറിയാലേ നമ്മളായി നവസമൂഹമാകൂ. അവിടുത്തെ യാചകനമാകൂ. പെസഹ കുഞ്ഞാടിൻ ബലിയിൽ അണയാം ഭക്ത്യാദരവാ. പെസഹ കുഞ്ഞാടിൻ ബലിയിൽ അണയാം ഭക്ത്യാദരവാ. തിരുനിറമൊഴുകും കാൽവരി കേറാം, നിർമ്മലരായി സ്നേഹിതരായി തീരാം. ദൈവദൂതരണി നിരക്കുന്നു, ദൈവനാളും ഏതൊരുക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായം 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിളമ്പുന്നത് ഭക്ഷിക്കുക. 2020 വർഷം തീരുകയാണ്. നമ്മൾ ഒട്ടനവധി അനുഭവങ്ങളിലൂടെ കടന്നുപോയി. വിളമ്പുന്നത് ഭക്ഷിക്കുക. നമ്മുടെ മുൻപിൽ വരുന്ന എല്ലാ അനുഭവങ്ങളോടും അതേ എന്ന് മറുപടി പറയുവാൻ സാധിക്കണം. നമ്മളിന്ന് ദൈവമാതാവ് തിരുനാൾ ആഘോഷിക്കുകയാണ്. മറിയം എല്ലാത്തിനോടും അതേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഏസ് ടു ദ ലോർഡ് ഈസ് ഈക്വൽ ടു ഏസ് ടു ലൈഫ്. ദൈവത്തിനോട് നമ്മൾ അതേ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിനോടും അതേ എന്ന് പറയേണ്ടതാണ്. നമുക്കിനിയും അനുഭവങ്ങളുണ്ടാകും. മറിയത്തിൻ്റെ ജീവിതത്തിൽ അലച്ചിലുണ്ടായിരുന്നു, ദാരിദ്ര്യമുണ്ടായിരുന്നു, ഒറ്റപ്പെടലുണ്ടായിരുന്നു, കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. അവളുടെ മേശയിൽ വിളമ്പിയ എല്ലാ അനുഭവങ്ങളോടും മറിയം അതേ എന്ന് ഉത്തരം നൽകി. നമ്മുടെ ജീവിതവും അതുതന്നെയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എല്ലാ അനുഭവങ്ങളോടും മറിയത്തെ പോലെ അതേ എന്ന് പറയുവാൻ സാധിക്കണം. കൊറോണ കാലം നമ്മളെ ഒട്ടനവധി കാര്യങ്ങൾ പഠിപ്പിച്ചു. ദാരിദ്ര്യം അനിവാര്യമാണെന്ന് പഠിപ്പിച്ചു. ധൂർത്ത് അവസാനിപ്പിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. കുടുംബത്തിലുള്ളവരുമായി സംസാരിക്കുവാനും സ്നേഹത്തിൽ ആയിരിക്കുവാനും അവരുമായിട്ട് ഉല്ലസിക്കുവാനും നമ്മൾ പഠിച്ചു. കുടുംബം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു. ഇതെല്ലാം ഒരു അനുഭവമായിരുന്നു. ഈ അനുഭവത്തിനോട് നമ്മൾ അതേ എന്ന് പറയുവാൻ നമ്മൾ ശീലിച്ചു. ഇതുപോലെ തന്നെ അടുത്ത വർഷം നമുക്ക് ഒട്ടനവധി അനുഭവങ്ങൾ സമ്മാനിക്കും. ഈ അനുഭവങ്ങൾക്ക് മുൻപിൽ മറിയത്തെ പോലെ
അതേ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ദിവ്യബലിക്ക് ആയിട്ട് ഇവിടെ അണഞ്ഞിരിക്കുമ്പോൾ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും കർത്താവിൻ്റെ മുമ്പിലേറ്റ് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിനായി യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ എനിക്ക് പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നാം നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം. വാഴ്ത്തുന്ന ദൈവത്തിൻ കുഞ്ഞാടേ, സാധന ദൈവത്തിൻ സോനോവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. നേർവലം ഭാഗത്തിലും നേടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തോകണേ ഞങ്ങളിൽ.
പരിശുദ്ധ മറിയത്തിൻ്റെ ഫലദായകമായ കന്യാത്വം വഴി മനുഷ്യവർഗത്തിന് നിത്യരക്ഷയുടെ സമ്മാനം പ്രദാനം ചെയ്ത ദൈവമേ, ജീവന്റെ ഉടയവനായ അങ്ങേ പുത്രനെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അർഹരാക്കിയ അവൾ വഴി ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവളുടെ മാധ്യസ്ഥ അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്ന് ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദേവമാതൃത്വ തിരുനാൾ. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കട്ടെ, ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അഹ്റോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊല്ലുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു, ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജീവിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞിരിക്കുന്നവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതത്തിനനുസരിച്ച് അവകാശിയുമാണ്. ദൈവ വചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. Hallelujah, 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 hallelujah. പൂർവകാലങ്ങളിൽ
വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ആട്ടിടയന്മാർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസം ആയപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. കർത്താവിൻ്റെ സുവിശേഷം. സ്തുതി. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യദൈവനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൻ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധീകരണമനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിനെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടായില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിന്റെ പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകങ്ങൾ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഈ കാലയളവിൽ നമ്മുടെ സൽപ്രവൃത്തികളിലെല്ലാം മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ അഭിവന്ദ്യ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നീതിയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലൂടെ ദൈവജനങ്ങളെ നയിക്കുന്നതിനുള്ള കൃപാവരം അവർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന അങ്ങയുടെ ദാസന്മാരും പ്രതിപുരുഷന്മാരുമായ ഞങ്ങളുടെ വികാരി ഐറ്റസജ്ജനെയും സഹവികാരി ടീനുവച്ചനെയും അങ്ങേ അരൂപിയുടെ ശക്തിയാൽ നയിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ സ്നേഹത്തിലും സമാധാനത്തിലും എന്നും നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, നീതിയുടെയും പരിണിതഫലം സമാധാനമെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ പുതുവർഷത്തിൽ ലോകം മുഴുവൻ സമാധാനവും സന്തോഷവും നിലനിർത്തുവാനും നീതിക്കും സ്നേഹത്തിനും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാനും ഞങ്ങൾക്കിടവരുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, പ്രത്യാശയുടെ തിരുനാളവുമായി വീണ്ടും ഒരു പുതുവർഷത്തിലേക്ക് ലോകം പ്രവേശിക്കുമ്പോൾ നേട്ടങ്ങളിലും അഹങ്കരിക്കാതെ, പരാജയങ്ങളിലും പ്രതിസന്ധികളിലും പതറാതെ പ്രത്യാശയുടെ ദൂതരായി ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നരുൾ ചെയ്ത യേശുവേ, കൊറോണ എന്ന മഹാമാരി വരുത്തിയ കഷ്ടതയിൽ നിന്ന് ഇനിയും വിമുക്തരാകാത്ത മാനവരാശി ഏറെ പ്രാർത്ഥനയോടെ പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ വിവിധ രോഗങ്ങളാൽ വലയുന്നവരെ സുഖപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അല്പസമയം മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സംവഹിക്കാൻ അർഹയായ കന്യകാമറിയം, അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുൻപാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. സ്വന്തമായിടാ.
സഹോദരൻ്റെ നിങ്ങളുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ കാരുണ്യത്താൽ അങ്ങ് എല്ലാ നന്മകളും ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നുവല്ലോ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മഹോത്സവത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ കൃപയുടെ ആരംഭത്തെക്കുറിച്ച് അഭിമാനിക്കുന്നത് പോലെ അതിൻ്റെ പൂർത്തീകരണത്തിലും ആനന്ദിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവം നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യയായ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദൂതന്മാരങ്ങേ വാഴ്ത്തുന്നു, അതീശമാരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. സ്വർഗാത്സ്വർഗങ്ങളുടെ ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും ആഹ്ലാദഭരിതരാകുന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങൾക്ക് സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ
കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാകൃത ഞങ്ങളെ പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തു ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായി.
കരയിൽ നിന്നോനെ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകൾ സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ശാന്തി നൽകണമേ. ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാട് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരായ നാം ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യരല്ല. അങ്ങൊരു വാക്കു ചിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി വീട്ടിലിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരികണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
യേശുനാഥ ഏഴയാം ഞാൻ കാത്തുനിൽപ്പൂ നീറും എൻ്റെ ദുഃഖം നിന്റെ മുൻപിൽ കാഴ്ചയായേക ഇതുവരെ ഞാൻ പാപവഴിയിൽ തിരുവചനമറിയാനേറെ ദൂരെ തേടി വന്നോ എന്നെ ദിവ്യ സ്നേഹമേ തിരുഭോജ്യമായി നിറയണമേ ദിവ്യകാരുണ്യമേ തിരുജീവനായി പടരണമേ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് അറിയിക്കുകയാണ്. ഞായറാഴ്ച മുതൽ നവദർശനം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച മുതൽ നവദർശനം വിവാഹനിധിയും അവരുടെ കളക്ഷൻസ് സ്വീകരിക്കുകയാണ്. രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം 9 മണിവരെ സാധാരണ നേരം ചെയ്തിരുന്നത് പോലെ തന്നെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടവർ കാര്യത്തിലേക്ക് ചെക്ക് കൊടുക്കേണ്ട പൈസ മറ്റുമായ സമയത്ത് എത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ ഈ വർഷത്തെ ആദ്യ കുർബാന സ്വീകരണം 2020 ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള ഡേറ്റുകൾ നമ്മൾ ഫിക്സ് ചെയ്ത് അതിലൊരുക്കങ്ങൾ നടക്കുന്നു. ആദ്യത്തെ ഗ്രൂപ്പ് നമ്മൾ 6 ഗ്രൂപ്പുകളായിട്ടാണ് നടത്തുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് 6 ഗ്രൂപ്പുകൾ. ആദ്യത്തെ ഗ്രൂപ്പ് അടുത്ത ഞായറാഴ്ച 4-ാം തീയതി രാവിലെ 8 മണിക്ക് 12 കുട്ടികൾ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയാണ്. നമ്മളുടെ ടൈം ടേബിൾ ഏതാണ്ട് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച വരെ തുടർന്ന് പോകും. എല്ലാ ഞായറാഴ്ചയും 8 മണിക്ക് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രഥമ ദിവ്യകാരുണ്യത്തിന് വേണ്ടി ഒരു കുർബാന നാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള എല്ലാ ആഴ്ചകളും നമ്മളുടെ ഇടവകയിൽ പ്രഥമ ദിവ്യകാരുണ്യത്തിൻ്റെ സ്വീകരണത്തിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോവുകയായിരിക്കും. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കുട്ടികൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ഇവിടെ ഈ പരിശുദ്ധമായ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി തന്നെ മുൻപോട്ട് പോകുവാൻ നമുക്കറിയാം. ഈ ദിനങ്ങളിലൊക്കെ പ്രത്യേകമായും പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം നമ്മുടെ ആഘോഷത്തിൻ്റെ ദിനങ്ങൾ മുതൽ ഈ ദിനങ്ങൾ വരെ നമ്മൾ കൃത്യമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമ്മ സംരക്ഷിക്കുക. പ്രത്യേകമായിട്ടും ഈ മക്കളെയും കുടുംബങ്ങളെയും ഇതിനായി സഹകരിക്കുന്ന ടീച്ചേഴ്സ് ഒത്തിരി പേര് ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവരെയും പ്രത്യേകമായി ഓർക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ശനിയാഴ്ച കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് കുമ്പസാരം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികളും മാതാപിതാക്കളും കൃത്യസമയത്ത് തന്നെ അതിനായി എത്തിച്ചേരണമെന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ ദ്വീപിലേക്ക് ശേഷം നമ്മളുടെ 2021 ഇടവക ദർശന തിരുനാളിൻ്റെ ഒരുക്കം തുടങ്ങുകയാണ്. നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത് നമ്മൾ. അപ്പോൾ ഈ ദ്വീപിലേക്ക് ശേഷം പ്രഥമമായിട്ട് ഈ തിരുനാൾ കമ്മിറ്റിയിൽപ്പെട്ട എല്ലാ കുടുംബങ്ങളിലും ഒരു പ്രാർത്ഥന നാളെ മുതൽ തുടങ്ങുകയാണ്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പ്രാർത്ഥന കൂടി ഇതിൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുക. ഇന്നത്തെ ദ്വീപിലേക്ക് ശേഷം അത് തിരുനാൾ കമ്മിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധിയുണ്ട്. അവർക്ക് ഈ പ്രാർത്ഥന നാമെ ഏൽപ്പിക്കുകയാണ്. നാളെ മുതൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് സാവധാനം മറ്റു വീടുകളിലേക്കും ഈ തിരുനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും. നമുക്കിപ്പോൾ ആരംഭിക്കാം. ഒരുമിച്ച് ആയിരിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിക്കുകയാണ്. ഈ ഒരു വർഷം ഇടവകയോട് ചേർന്ന് നിന്ന് ഇടവകയ്ക്ക് കൂടെയുള്ളവർക്ക് ദൈവനാമത്തിൽ നമ്മളുടെ വിശ്വാസത്തെ പ്രതി നിങ്ങൾ ചെയ്തു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ആത്മാർത്ഥതയോടെ നന്ദി പറയുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുകയാണ്. മുന്നോട്ട് നമുക്ക് ഒരുമിച്ചായിരിക്കാം. പരസ്പരം സഹകരിച്ച് പങ്കുവെച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു പുതിയ മത്സരത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പ്രതീക്ഷയുടെ, ഐശ്വര്യം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു വർഷമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, സ്വർഗീയ കൂദാശകൾ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചുവല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തെ അങ്ങേ പുത്രൻ്റെ മാതാവും സഭയുടെ അന്മയുമായി പ്രകീർത്തിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഞങ്ങളെ അവ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നന്മ നിറഞ്ഞ പുതുവത്സരം നേരുന്നു. ഇങ്ങനൊരു പതിവുണ്ടല്ലോ അല്ലേ? ആദ്യമായിട്ടാണ് ഇതൊരു നല്ല കാര്യമായി തീരുന്നത്. ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരു വർഷം തുടങ്ങുകയാണ്. നിശ്ചയമായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാം നന്നായി മറ്റേ നല്ല ദൈവമേ, നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടി